ഹായ് ഓൾ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ജോലി, ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫെയിമിലുള്ള ഒരു ജോലിയാണ് അല്ലെ. അതേപോലെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ISR. അപ്പൊ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ്, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആൻഡ് സ്റ്റെനോഗ്രാഫേഴ്സ്, ഈ പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം SSC പഠിക്കുന്ന, SSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ആസ്പിരന്റിനും എന്താണ് യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ, കാരണം അവർ ഓൾറെഡി പഠിക്കുന്ന സെയിം സിലബസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, എക്സാംസ് എഴുതാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ നമ്മൾ ജസ്റ്റ് നോക്കാം. ഓക്കെ, അതുപോലെ ഫേക്ക് ഓഫേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ്, സോൺ വൈസ് ആയിട്ടാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, വേക്കൻസീസ് ഇട്ടിരിക്കുന്നത്. അതിൽ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് അഹമ്മദാബാദ്, ബാംഗ്ലൂരു സോൺ വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ നേരെ നമ്മുടെ ട്രിവാൻഡ്രം സോൺ ആണ് കാണിക്കുന്നത്. 6 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ 6 വേക്കൻസി നമ്മൾ ട്രിവാൻഡ്രം സോണിലുണ്ട്. അതേപോലെ തന്നെ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റിനും നമുക്ക് ട്രിവാൻഡ്രത്ത് വേക്കൻസി ഉണ്ട്, 21 വേക്കൻസി ഉണ്ട്. ഡിവിഷൻ ക്ലർക്ക് അത് ബാംഗ്ലൂരു ആണുള്ളത്. അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫേഴ്സും ബാംഗ്ലൂരു മാത്രമാണ് ഉള്ളത്. അസിസ്റ്റന്റ് ഫോർ ഫില്ലിംഗ് അപ്പ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ആ പോസ്റ്റുകളിലേക്ക് വരുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്. അതേപോലെ തന്നെ JPA അസിസ്റ്റൻസ്, അതിൽ നമുക്ക് അഹമ്മദാബാദ് മാത്രമാണ് വേക്കൻസി ഉള്ളത്. വേക്കൻസി ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റ് നമ്പർ ആണ്. 1, അതേപോലെ തന്നെ ഇവിടെ 2, 3, 4, 5, 6 പോസ്റ്റിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക്, അതായത് പോസ്റ്റ് നമ്പർ 1, 3 and 5, അതിലേക്കുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. JPA എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഓർ സ്റ്റെനോഗ്രാഫർ, ആ പോസ്റ്റ് നമ്പർ 2, 4, 6. അപ്പൊ ആദ്യം നമുക്ക് അപ്പർ ഡിവിഷൻ ക്ലർക്കിന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% മാർക്ക് ഓർ CGPA എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് CGPAയും അവർ പറഞ്ഞിട്ടുണ്ട്. പെർസെൻറ്റേജ് അല്ലാന്നുണ്ടെങ്കിൽ CGPA വരാണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്, 6.32 on a 10-point scale as declared by any recognized university with a prerequisite condition that graduation should have been completed within the stipulated duration of the course prescribed as the university എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫിഷ്യൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അത് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് നമ്മളുടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞ അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റ് നമ്പർ 1, 3 and 5 പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഓർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് 2 and 4, 6 വരുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% മാർക്ക് ഓർ CGPA 6.32 ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ കാര്യങ്ങൾ വരുന്നത്. അതല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ ഓർ സെക്രട്ടറിയൽ പ്രാക്ടീസ് വിത്ത് മിനിമം 60% ഓർ CGPA 6.32 ഓൺ എ 10-point സ്കെയിൽ, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ ഓർ സെക്രട്ടറിയൽ പ്രാക്ടീസ് പറഞ്ഞിട്ടുണ്ട്. 1 year എക്സ്പീരിയൻസ്, അതിന്റെ കൂടെ എന്ത് വേണം, 1 year എക്സ്പീരിയൻസ് ആൻഡ് സ്റ്റെനോടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണെങ്കിൽ ഡിഗ്രി ഇല്ലാത്ത ഡിപ്ലോമ ആണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് അത് കൂടാതെ എ മിനിമം സ്പീഡ് ഓഫ് 60 വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫി, പ്രൊഫിഷ്യൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ലാസ്റ്റ് ഒരു നോട്ട് ഉണ്ട്, അതും കൂടി വായിച്ചു നോക്കണം. ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ് വിത്ത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, in commercial and computer practice, apprenticeship training certificate issued by the Board of Apprentice Training under National Apprenticeship Training Scheme, Apprenticeship Act 1961, and also considered as equivalent 1 year experience. അതായത് അപ്രന്റീഷിപ്പ്, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 year എക്സ്പീരിയൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ നമ്മൾ വരാണെങ്കിൽ യൂണിവേഴ്സിറ്റി ആ CGPA കാര്യങ്ങൾ ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കി അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ എന്താണ് CGPA കാര്യം തന്നെയാണ് ഇവിടെ മൊത്തം പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി വിടുക.
ഇനി ഏജ് ലിമിറ്റിലേക്ക് വരാണെങ്കിൽ 28 ഇയേഴ്സ് ആണ് എന്ത് വരുന്നത്, മാക്സിമം വരുന്നത്. ഒ ബി സിക്കാർക്ക് 33 ഇയേഴ്സും സോറി ഒ ബി സിക്ക് 31 ആണ്, 3 വർഷം അല്ലെ. SC/ST കാൻഡിഡേറ്റ്സിന് 33 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ ബാക്കിയുള്ള വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൻസ്, വുമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ദർ ഹസ്ബൻഡ്സ്, എക്സ് സർവീസ് മെൻമാര്, അങ്ങനെയുള്ള എല്ലാവർക്കും എന്തുണ്ട്, ഏജ് റിലാക്സേഷൻസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. PWD സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുള്ളവർക്ക് നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള നിങ്ങൾക്കുള്ള എല്ലാ ഏജ് റിലാക്സേഷൻസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, അവൈലബിൾ ആണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാൻഡിഡേറ്റ്സ് മേ അപ്ലൈ ഫോർ മൾട്ടിപ്പിൾ പോസ്റ്റ് സബ്ജക്ട് ടു കണ്ടീഷൻസ്. അതായത് നിങ്ങൾക്ക് 6 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് പല ഇപ്പൊ എല്ലാം ഒരു ഡിവിഷനിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും. ഇപ്പൊ ബാംഗ്ലൂരാണ് വേക്കൻസി ഉള്ളെങ്കിൽ ബാംഗ്ലൂർ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇപ്പൊ അസിസ്റ്റന്റ് പോസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്, അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് നിങ്ങൾ തിരുവനന്തപുരത്തും, നിങ്ങൾക്ക് ബാംഗ്ലൂർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് 3 എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് ഒരു സോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റും അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ. ഓക്കെ, എലിജിബിൾ ആണെങ്കിൽ എല്ലാ പോസ്റ്റും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പോസ്റ്റ് ഒരു സോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാൻഡിഡേറ്റ്സ് മേ അപ്ലൈ ഫോർ മൾട്ടിപ്പിൾ പോസ്റ്റ് സബ്ജക്ട് ടു കണ്ടീഷൻസ്. A candidate may apply for different posts under same different zones but cannot apply same post in different zones. Clear അല്ലേ? ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്ലിക്കേഷൻ വിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് 27/7/2026 10 മണി തൊട്ട് മോർണിംഗ്, 16/8/2026 രാത്രി 12 മണിക്ക് മുന്നേ വരെ നമുക്ക് എന്ത് ചെയ്യാം, പുലർച്ചെ അതായത് 11:55 PM വരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻസ് വിൽ ബി റിസീവ്ഡ് ഓൺലൈൻ ഓൺലി. അപ്പോൺ രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻസ് വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എൻ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പർ which should be carefully preserved for ഫ്യൂച്ചറിലേക്ക് നമ്മൾ അത് സൂക്ഷിച്ചു വെക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും ഒരേ സോണിൽ ആവണമെന്ന് യാതൊരു നിർബന്ധവും. പക്ഷെ ഒരേ പോസ്റ്റ് നിങ്ങൾക്ക് 2 സോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഏതിലേക്കാണോ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത് ആ സോൺ നിങ്ങളുടെ പരിഗണിക്കും. ഓക്കെ, ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കറക്റ്റ് ഉണ്ടായിരിക്കണം. ഹോൾ ടിക്കറ്റും കാര്യം ഡീറ്റെയിൽസ് എല്ലാം അവർ ഇമെയിലിൽ കൂടിയും മെസ്സേജിൽ കൂടിയൊക്കെയാണ് പറയാം. അപ്പൊ അത് ഫുൾ ത്രൂ ഔട്ട് ഈ പ്രോസസ് കഴിയുന്നവരെ യൂസുള്ള ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയാണ് വെക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഇപ്പൊ കാൻഡിഡേറ്റ്സ് എന്താണ് ഹു ആർ എംപ്ലോയിഡ് അണ്ടർ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ, പബ്ലിക് സെക്ടർ ഫീൽഡിലൊക്കെയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നോ ഒബ്ജക്ഷൻ ലെറ്റർ നിങ്ങൾ വെക്കണം, എന്നാലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്ലിക്കേഷൻ ഫീസിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് അപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് ഉള്ളത്. ഓക്കെ, അതായത് എല്ലാവർക്കും അല്ല, നമ്മൾ ജനറൽ കാറ്റഗറിക്കാർക്ക് ഞാൻ പറയാം, അതിലേക്ക് വരാം. അത് കൂടാതെ നമ്മൾ എന്തുണ്ട്, ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് എല്ലാത്തിനും നമുക്ക് ഒരു 500 രൂപ പ്രോസസിംഗ് ഫീസ് ഉണ്ട്. ക്ലിയർ? പ്രോസസിംഗ് ഫീസ് വരുന്നുണ്ട്. ഏതിനൊക്കെയാണ്? ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ISRO ഓട്ടോണമസ് ബോഡീസ്. ഫോർ ദ പോസ്റ്റ് ഓഫ് JPA സ്റ്റെനോഗ്രാഫർ 500 രൂപ. അത് കൂടാതെ ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഓർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആൻഡ് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് അവർക്ക് വരുന്നത് 1000 രൂപയാണ് പ്രോസസിംഗ് ഫീസ് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, UPI ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അല്ലാത്ത രീതിയിലൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, അപ്ലൈ ചെയ്യാം, ഫീസ് പേയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. ഇത് റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് കേട്ടോ. പ്രോസസിംഗ് ഫീ വിൽ ബി റീഫണ്ടഡ് ഓൺലി ടു ദോസ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർ ഓൺലി റിട്ടൺ ടെസ്റ്റ്. അതായത് നമുക്ക് റിട്ടൺ ടെസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പൈസ അവർ റീഫണ്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യില്ല, റീഫണ്ട് ചെയ്യില്ല. കാരണം നമ്മളെ ISRO റിട്ടൺ എക്സാം ആണ് നടക്കുന്നത്. അപ്പൊ ISRO എക്സാമിനുള്ള സെന്റേഴ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം എഴുതിയില്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്ന ഒരു ഫീസ് വെക്കുന്നത്. റീഫണ്ട് ഇൻ ഫുൾ ഫോർ കാൻഡിഡേറ്റ്സ് ഹു ആർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെന്റ് ആപ്ലിക്കേഷൻ. വുമൻസ്, SC/ST, PWD, എക്സ് സർവീസ്മാർക്ക് എല്ലാ എമൗണ്ട് റീഫണ്ട് ചെയ്യും. ബാക്കിയുള്ളവർക്ക് ആഫ്റ്റർ ഡിഡക്ടിങ് അപ്ലിക്കേഷൻ ഫീസ് ഒരു 100 രൂപ ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ അതർ കാൻഡിഡേറ്റ്സ് വിൽ ബി റീഫണ്ടഡ്. ഓക്കെ, മുകളിൽ പറഞ്ഞവർക്ക് ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യും, ആ 100 രൂപ എടുത്തിട്ട് ബാക്കി 400 രൂപ അവർ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യും. എപ്പോൾ മാത്രം നമ്മൾ എന്ത് എഴുതിയാൽ മാത്രം, റിട്ടൺ എക്സാം എഴുതിയാൽ മാത്രം. ഓക്കെ അല്ലേ? In case of submission of duplicate or multiple applications by candidate, the application against which the application fee has been received with the last date of application. ഏറ്റവും ലാസ്റ്റ് ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്ത് അതാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്ലോഡിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി അതേപോലെ തന്നെ എന്ത് ചെയ്യാം,
ചെയ്തു പോവാ. സെലക്ഷൻ പ്രോസസ് ആണ് ഇതാ. റിട്ടേൺ ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ്. ടോട്ടൽ എത്രയാണ്? റിട്ടേൺ ടെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മിക്കതും അവർ CBT അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് നല്ല റിട്ടേൺ ടെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിക്കതും OMR ടെസ്റ്റ് ആയിരിക്കാനാണ് അല്ലെ, OMR ടെസ്റ്റ് ആയിരിക്കും. റിട്ടേൺ ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ് ബൈ 38 വെന്യൂസ്. അഗർത്തല, അഹമ്മദാബാദ്, ബംഗളൂരു നമുക്കുണ്ട്, ഭോപ്പാല്, ചെന്നൈ, ഡെറാഡൂൺ, എറണാകുളം ഉണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരം ഉണ്ട് കേട്ടോ. എറണാകുളത്തും തിരുവനന്തപുരത്തും സെന്റർ ഉണ്ട്. അപ്പൊ പ്രശ്നമില്ല. ഓക്കെ, ഇനി നമുക്ക് റിട്ടേൺ ടെസ്റ്റ് ഇതാ. ആദ്യം പോസ്റ്റ് 1, 3, 5 ഒരു രീതിയും 2, 4 അതേപോലെ 6, 2, 4, 6 വേറെ രീതിയാണ്. അപ്പൊ എങ്ങനെയാണ് വരിക? സിംഗിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ ആണ് വിത്ത് ഡ്യൂറേഷൻ ഓഫ് 150 minutes വിത്ത് കോമ്പൻസേഷൻ ടൈം ആസ് അപ്ലിക്കബിൾ ഫോർ PWD കാൻഡിഡേറ്റ്സിന് കോമ്പൻസേഷൻ ടൈം ഉണ്ട്. സിലബസും കാര്യങ്ങളും നമുക്ക് നോക്കാം, അത് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് പറയാം. അതിലേക്ക് വരാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 4 സെക്ഷൻ ആണ് ഉള്ളത്. 50% മാർക്ക് വേണം UR കാറ്റഗറിക്ക്. അതേപോലെ തന്നെ 40% മിനിമം മാർക്കാണ് ആർക്കുള്ളത്? നമ്മളുടെ റിസർവ്ഡ് കാറ്റഗറി ആൾക്കാർക്ക്. അതായത് 4 സെക്ഷൻ ഉണ്ടാവും ഈ പറഞ്ഞ പോസ്റ്റ് നമ്പർ 135 ഓക്കെ, ABCD. അതിന് മിനിമം 50% മാർക്ക് വേണം. എത്രയാണോ അതിന്റെ മാർക്ക് നമുക്ക് നോക്കാം. അല്ലാത്തവർക്ക് റിസർവേഷൻ ആൾക്കാർക്ക് 40%. ഓക്കെ, അതിലൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇൻ ദ റിട്ടൺ ടെസ്റ്റ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ എ സ്കിൽ ടെസ്റ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 1:5. അതായത് 5 പേരാണ് ഉള്ളതെങ്കിൽ 25 ആൾക്കാരെ വിളിക്കും. ടു ദ കാറ്റഗറി വൈസ് നമ്പർ ഓഫ് വേക്കൻസീസ് വിത്ത് മിനിമം 10 കാൻഡിഡേറ്റ്സ്. എന്തായാലും 10 പേരെ മിനിമം എന്തായാലും വിളിക്കും. ഫോർ റിസർവ്ഡ് വേക്കൻസീസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താണ് സിലബസ് കാര്യങ്ങൾ അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. 60% മാർക്കാണ് UR കാറ്റഗറിക്ക്. അൺറിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 60% വേണം സ്കിൽ ടെസ്റ്റിന്, ബാക്കിയുള്ളവർക്ക് 50% ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്താണ് സ്കിൽ ടെസ്റ്റിന് ശേഷം സഫിഷ്യന്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ എംപാനൽമെന്റ്. ഓക്കെ, എംപാനൽമെന്റ് ഡു നോട്ട് ക്വാളിഫൈ ദ സ്കിൽ ടെസ്റ്റ്. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് ഇപ്പൊ സഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാര്, നമുക്ക് റിസൾട്ട് ഇടാനായിട്ടുള്ള ആൾക്കാർ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ then additional candidates will be shortlisted for skill test in the ratio of 1:5 to the extent of such short fall. അതായത് ഇപ്പൊ ഒരു 10 വേക്കൻസി, 2 വേക്കൻസി ആണ് ഉള്ളതെങ്കിൽ 2x5 നമ്മൾ 10 പേരെ സെലക്ട് ചെയ്തു. 10 പേരും സ്കിൽ ടെസ്റ്റ് ഫെയിൽ ആയി. വീണ്ടും എന്ത് ചെയ്യും? 10 പേരെ കൂടി സെലക്ട് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട് എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം വേക്കൻസീസ് കുറവായതുകൊണ്ട്. Then final selection will be based on marks scored in the written test from among the candidates who qualify in skill test. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈ നേച്ചർ ആണ്. അത് ക്വാളിഫൈ ആയവരുടെയാണ് റിട്ടേൺ ടെസ്റ്റിന്റെ മാർക്ക് നോക്കും. എന്നിട്ടാണ് ഫൈനൽ സെലക്ഷൻ വരിക. ദ ഇവന്റ് ഓഫ് ദി ടൈ ഇൻ റിട്ടേൺ മാർക്സ്, അതായത് നമ്മൾ റിട്ടേൺ മാർക്സിലെ ടൈ വരാണെന്നുണ്ടെങ്കിൽ ദ ഇന്റർസെയിം മെറിറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ്. അതായത് മാർക്ക് സ്കോർഡ് ഇൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എബിലിറ്റിയിലുള്ള മാർക്ക് കൂടുതലുള്ളവർക്ക് ജോലി കൊടുക്കും. അവിടെയും ടൈ വന്നു കഴിഞ്ഞാൽ ആരാണോ പ്രായം കൂടുതൽ, ഡേറ്റ് ഓഫ് ബർത്ത് ഹയർ ആരാ അവർക്ക് കൊടുക്കും. ഇതാണ് നമ്മളുടെ എന്ത് പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി 135 പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് നമ്പർ. ഇനി 246 വരാണെങ്കിൽ അവിടെയും സിംഗിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ ആണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്നത് 180 മിനിറ്റ് ടൈമാണ്. അവിടെ 3 പാർട്ടേ ഉള്ളൂ. ABC ആണ്, 50% ക്വാളിഫൈങ് മാർക്ക്, 40% റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്നത്. അവിടെയും സ്കിൽ ടെസ്റ്റ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേ കഥകൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ എന്തുണ്ട്? സ്കിൽ ടെസ്റ്റ് 2 കാറ്റഗറി ഉണ്ട്. കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് നേരത്തെ പറഞ്ഞതിൽ എന്താണ് കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്കിൽ ടെസ്റ്റിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റെനോഗ്രാഫി ടെസ്റ്റും ഉണ്ട്. ഓക്കെ, അത് കൂടാതെ സിലബസും കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാസ് ക്രൈറ്റീരിയ നമ്മൾ അവിടെ പറഞ്ഞ പോലെ 60% ആണ് UR കാറ്റഗറിക്ക്, അല്ലാതെ ഒരു 50% പിന്നെ നമ്മളുടെ സ്റ്റെനോഗ്രാഫി ടെസ്റ്റ്, അതായത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫി കറക്റ്റ് ആയിട്ട് അറിയാത്തവർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അത് കൃത്യമായിട്ട് അറിയണം. കാരണം 10% മിസ്റ്റേക്ക് ഫോർ UR കാറ്റഗറിയാണ്. അല്ലാത്തവർക്ക് 12% ഉണ്ട് റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർ സെലക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നടത്തുന്നു പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈയുടെ കാര്യം, ഫൈനൽ സെലക്ഷൻ എപ്പോഴും എന്താണ് റിട്ടേൺ ടെസ്റ്റിന്റെ കേസിലാണ്. സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ആയവരുടെ റിട്ടേണിന്റെ മാർക്ക് നോക്കിയിട്ടാണ് ഫൈനൽ സെലക്ഷൻ വരിക. ഓക്കെ അല്ലേ? ഇനി നമ്മളെ സാലറി കാര്യങ്ങളൊക്കെ ISROയിലെ ജോലിയാണ്. അപ്പൊ അത്യാവശ്യം സാലറീസ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പൊ നമ്മളുടെ ഇവിടെ എന്താണ് ബേസിക് പേ ആണ് 25,500. അത് കൂടാതെ നമുക്ക് ഒരുപാട് അലവൻസുകൾ കാര്യങ്ങളൊക്കെ വരും. നമ്മളുടെ റെസ്റ്റ് ഓഫ് ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അതർ കണ്ടീഷൻസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
അത് കൂടാതെ നമ്മളുടെ എന്താണ് ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോസ് കറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് ഈ നിലയിൽ വേണം. ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ തൊപ്പി വെച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഫോട്ടോഗ്രാഫുകളൊന്നും അവർ എന്ത് ചെയ്യില്ല, അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സാം പാറ്റേൺ ഫോർ അസിസ്റ്റന്റ് ആൻഡ് യു ഡി സി നമ്മൾ ആദ്യം പറഞ്ഞ 1, 3, 5 അല്ലെ, 1, 3, 5 ആണ്, 2, 4, 6 ആണ് അടുത്തത്. അതിൽ 4 കാറ്റഗറീസ് ഞാൻ പറഞ്ഞു. 50 ക്വസ്റ്റ്യൻ വെച്ചാണ് 4ലുള്ളത്. മാക്സിമം മാർക്ക് 50 മാർക്ക് വെച്ചാണ്. അതിൽ എത്ര മാർക്ക് വേണം? 50% മാർക്ക് വേണം എന്നാണ് അവിടെ പറഞ്ഞത് അല്ലെ. 150 മിനിറ്റ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. +1 ആണ്, 1 മാർക്കാണ്. ശരിയായി കിട്ടിയാൽ നെഗറ്റീവ് മാർക്കിന് -0.25 ഉണ്ട്. ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ നോളജ്. എന്താണോ നിങ്ങൾ SSCക്ക് പഠിക്കുന്നത് അതേ കാര്യമല്ലേ ഇവിടെ പഠിക്കാനുള്ളത്. സിലബസ് നോക്കുക. ജനറൽ ഇംഗ്ലീഷിന്റെ സിലബസും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റിയും ജനറൽ നോളജ് എല്ലാം സെയിം ആണ്. അപ്പൊ നിങ്ങൾ SSCക്ക് പഠിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ്. ഒരൊറ്റ എക്സാമേ ഉള്ളൂ. സെയിം പാറ്റേൺ ആണ് ഇവിടെ വരുന്നത്. എക്സാം പാറ്റേൺ ഫോർ JPS സ്റ്റെനോഗ്രാഫേഴ്സ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ആൾക്കാരുള്ള കാറ്റഗറീസ് വരുന്നത് 2, 4, 6 അല്ലെ. അവിടെ 3 സെക്ഷൻ ആണ് ഉള്ളത്. 180ലാണ് 200ലാണ് കേട്ടോ അവിടെ മാർക്ക് വരിക. ടോട്ടൽ നേരത്തെ നമ്മൾ എത്രയായിരുന്നു? സോറി, 200 തന്നെയാണ് ഇവിടെയും വരിക. ഞാൻ 150 മിനിറ്റ് ആണ് ടൈം, 200ആണ് ടോട്ടൽ മാർക്ക് വരിക കേട്ടോ. ജസ്റ്റ് അവിടെ പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയതാണ്. ഇവിടെയും 200 തന്നെയാണ് വരിക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ 100 മാർക്കാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻ ആണ്. റീസണിങ് ആൻഡ് ഇന്റലിജൻസ് വരുന്നത് 50 മാർക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളേജ് രണ്ടും കൂടി ഒരുമിച്ചാണ് 50 വരുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് ആ ടൈ വരാണെങ്കിൽ ഇവിടെ ബേസ് ചെയ്യുന്നതിൽ ഒരു മാറ്റമുണ്ട്. ഇവിടെ എന്താണ്? മാർക്സ് സ്കോർഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ് കൂടുതൽ വരുന്നത്. ഇവിടെ നമുക്ക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റി ആണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഇവിടെ അത് ഇംഗ്ലീഷിന്റെ കേസിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ കാറ്റഗറി ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചോളൂ. ഏതാണ് വരുന്നത്? 2, 4, 6. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അതിന്റെയും സിലബസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി സ്കിൽ ടെസ്റ്റിലേക്ക് വരാണെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഓൺ കമ്പ്യൂട്ടർ ഫോർ അസിസ്റ്റന്റ് UDC JPS സ്റ്റെനോഗ്രാഫേഴ്സ് എല്ലാവർക്കും ഉള്ള സിലബസ് ആണ്. MS വേർഡ് 35 മാർക്ക് വരുന്നുണ്ട്. MS Excel ഉണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. MS പവർ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ് 75 മിനിറ്റ്സ് ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റെനോഗ്രാഫി ടെസ്റ്റ് വരുമ്പോൾ ഷോർട്ട് ടെസ്റ്റ് ഫോർ 300 വേർഡ്സ് ആണ്. ആ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി ഉണ്ട്. അതിന്റെ ക്രൈറ്റീരിയ, ഇവാലുവേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്റ്റ്സ് ഓഫ് സ്റ്റെനോഗ്രാഫി ടെസ്റ്റ്, ഫുൾ മിസ്റ്റേക്കുകൾ, ഹാഫ് മിസ്റ്റേക്കുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. പെർസെൻറ്റേജ് ഓഫ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഫുൾ മിസ്റ്റേക്ക് പ്ലസ് ഹാഫ് മിസ്റ്റേക്ക് ബൈ 2 × 100 ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ദ മാസ്റ്റർ പാസേജ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ സ്റ്റെനോഗ്രാഫി ടെസ്റ്റ് എഴുതുന്നവര് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സ്റ്റെനോഗ്രാഫിയിലെ നല്ല അറിവുള്ളവരും ആ സ്പീഡ് കാര്യങ്ങളുള്ളവരാണ് അത് എഴുതേണ്ടത്. അത് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. അപ്പൊ പറഞ്ഞ കാര്യമൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ISROയിലെ ജോലിയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമുക്ക് സോൺ വൈസ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഒരു പോസ്റ്റ് ഒരു സോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേറെ സോൺസ് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അതായത് ഒന്നാമത്തെ സോൺ നിങ്ങൾ തിരുവനന്തപുരം കൊടുത്തു, രണ്ടാമത്തെ നിങ്ങൾക്ക് ബാംഗ്ലൂർ കൊടുക്കാം, മൂന്നാമത്തെ നിങ്ങൾക്ക് അഹമ്മദാബാദ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം ഒരു സോണിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ തന്നെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരേ പോസ്റ്റ് തന്നെ നിങ്ങൾ വ്യത്യസ്ത സോണുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രോസസിംഗ് ഫീ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ SSCക്ക് ഒക്കെ പഠിക്കുന്നവരായാലും എന്ത് ചെയ്യുക? സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യുന്നത്. എക്സാം പാറ്റേൺ ഒക്കെ ഓൾറെഡി ഓൾമോസ്റ്റ് എന്താണ് സെയിം ആണ്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കുറിച്ചോ എക്സാം പാറ്റേണിനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ഞാൻ പറയാം. 7736122215 എന്നുള്ള ഫോൺ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരും. നമ്പർ അടിയിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേക്കൻസീസ് നമുക്ക് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.